മറിയത്തിന്റെ അമലോത്ഭവം വാഴ്ത്തപ്പെടട്ടെ. അവിശ്വാസത്തിന്റെ മേലങ്കിയിൽ പതിഞ്ഞ ഗാഡലൂപ്പെ മാതാവിന്റെ പ്രതിച്ഛായ. 25 വർഷം മാത്രം ആയുസുള്ള ഒരു സാധാരണ കർഷകന്റെ മേലങ്കി ഇന്നത് 500 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കേടും കൂടാതിരിക്കുന്നു. ശാസ്ത്രലോകത്തെ വരെ ഞെട്ടിച്ച പെയിന്റിംഗ്. നൈട്രിക് ആസിഡിനോ ബോംബ് സ്ഫോടനത്തിനോ പോലും ഈ മേലങ്കിയിലെ ചിത്രത്തിന് ഒരു കേടും വരുത്താനായില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഈ അത്ഭുത മേലങ്കിയെക്കുറിച്ചും ഗാഡലൂപ്പെ മാതാവിനെക്കുറിച്ചും നമുക്ക് കൂടുതൽ അറിയാം. ഒരിക്കൽ ജുവാൻ ഡിയാഗോ എന്നൊരു തദ്ദേശീയ കർഷകൻ പതിവ് പോലെ പള്ളിയിലേക്ക് പോകുന്ന വഴി മെക്സിക്കോയിലെ ടെപ്പയാക് കുന്നിലെ താഴ്വരയിലെത്തിയപ്പോൾ ഒരു മധുര സംഗീതം കേൾക്കുകയും മുകളിലേക്ക് കയറി വരിക എന്നൊരു അശരീരിയും കേട്ട് വളരെ കൗതുകത്തോടെ മലമുകളിലേക്ക് ചെന്ന അദ്ദേഹം അവിടെ അതിമനോഹരിയായ ഒരു സ്ത്രീ രൂപത്തെ കണ്ടു. താൻ ദൈവപുത്രന്റെ അമ്മയാണെന്നും തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരോടും അവളുടെ സ്നേഹവും അനുകമ്പയും പ്രകടിപ്പിക്കാനും പങ്കിടാനും വേണ്ടി ഈ കുന്നിൽ ഒരു ദേവാലയം പണിയാൻ ബിഷപ്പിനോട് പറയണമെന്നാവശ്യപ്പെട്ടു. അങ്ങനെ ജുവാൻ അതിയായ ആഗ്രഹത്തോടെ ബിഷപ്പിനെ കണ്ട് കാര്യമറിയിച്ചെങ്കിലും ബിഷപ്പ് അവിശ്വസിച്ചു. നിരാശയോടെ അദ്ദേഹം വീണ്ടും ടെപ്പയാക് കുന്നിലെത്തി. എന്നാൽ ദൗത്യവുമായി വീണ്ടും ബിഷപ്പിനെ സമീപിക്കാൻ കന്യക ആവശ്യപ്പെട്ടു. അങ്ങനെ 2ാം തവണയും ബിഷപ്പിനെ സന്ദർശിച്ചു. ബിഷപ്പ് വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, ഇത് സത്യമാണെന്നതിന് തെളിവ് ആവശ്യപ്പെട്ടു. തെളിവുമായി വരാമെന്ന് പറഞ്ഞെങ്കിലും ഭയവും ആശയക്കുഴപ്പവും മൂലം നഷ്ടധൈര്യനായി തീർന്ന ജുവാൻ 2-3 ദിവസത്തേക്ക് ആ മലയുടെ അടുത്തേക്ക് പോലും പോയില്ല. അന്ന് ഡിസംബർ 12-ാം തീയതി രോഗബാധിതനായി കിടന്നിരുന്ന തൻ്റെ ബന്ധുവിന് അന്ത്യകൂദാശ നൽകാൻ പുരോഹിതനെ വരേണ്ടതായി വന്നു. അദ്ദേഹം ആ കുന്നൊഴിവാക്കി മറ്റൊരു വഴിയിലൂടെയാണ് പോയത്. എന്നാൽ അദ്ദേഹത്തിന്റെ മുൻപിൽ വീണ്ടും കന്യക പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ബിഷപ്പിന് തെളിവായി നൽകാൻ കുറച്ച് പൂക്കൾ പറിക്കാൻ കന്യക ആവശ്യപ്പെട്ടു. അത് മഞ്ഞുകാലമായിരുന്നു. പൂക്കളുണ്ടാവുന്ന കാലമല്ലാതിരുന്നിട്ടും അന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പൂക്കൾ അദ്ദേഹം ശേഖരിച്ച് ടിൽമ എന്നറിയപ്പെടുന്ന മേലങ്കിയിൽ പൊതിഞ്ഞ് ബിഷപ്പിന്റെ അടുത്തെത്തി. ടിൽമയിലെ പൂക്കൾ മെക്സിക്കോയിൽ കാണാത്ത കാസ്റ്റിലിയൻ റോസാപ്പൂക്കളാണെന്ന് ബിഷപ്പ് തിരിച്ചറിഞ്ഞു. അന്ന് അവിടെ മറ്റൊരു അത്ഭുതം കൂടി കാണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ടിൽമയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ വർണ്ണാഭമായ ഒരു പ്രതിച്ഛായയും കാണപ്പെട്ടു. ഉടനെ തൻ്റെ അവിശ്വാസത്തിന് മാപ്പ് പറഞ്ഞുകൊണ്ട് ബിഷപ്പ് മുട്ടുകുത്തി. സ്വർഗം നൽകിയ പ്രത്യേക അനുഗ്രഹത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് ആ ചിത്രം സക്രാരിയുടെ അരികിൽ പ്രതിഷ്ഠിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ ബിഷപ്പ് ടെപ്പയാക് മലയിൽ ഒരു ചാപ്പൽ പണി കഴിപ്പിച്ച് ഗാഡലൂപ്പെ മാതാവിന്റെ ഈ അത്ഭുത ചിത്രം അവിടെ പ്രതിഷ്ഠിച്ചു. പിന്നീട് ആ ചാപ്പൽ ഇന്ന് കാണുന്ന ബസിലിക്കയായി ഉയർന്നു. തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയ ജുവാൻ കണ്ടത് പരിശുദ്ധ കന്യക അറിയിച്ചതുപോലെ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്ന തൻ്റെ ബന്ധുവിനെയാണ്. ടെപ്പയാക് കുന്നിലെ ഈ അത്ഭുതത്തിനു പിന്നിൽ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഈ സാഹചര്യത്തിലാണ് മെക്സിക്കോയിലെ ഗാഡലൂപ്പയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ഈ പ്രത്യക്ഷീകരണത്തിന് ശേഷമുണ്ടായ മാറ്റങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. നരബലി അവസാനിപ്പിച്ചു എന്ന് മാത്രമല്ല, ജനം ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഗോത്രവർഗക്കാരായിരുന്ന അവർ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. ഈ ഗാഡലൂപ്പെ മാതാവിന്റെ ചിത്രത്തിലെ ഓരോ ചിഹ്നങ്ങളും വ്യത്യസ്തങ്ങളായ സന്ദേശങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ഒരുപാട് സവിശേഷതകളുള്ള ഈ ചിത്രത്തിന്റെ പെയിന്റിന്റെ ഘടന ഇന്നുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യകരങ്ങളാൽ വരയ്ക്കപ്പെട്ടതല്ലെന്ന് ശാസ്ത്രലോകം സ്ഥിരീകരിച്ചു. സ്പാനിഷ് വംശജരുടെയും ഗോത്രവംശജരുടെയും ഇടകലർന്ന അവളുടെ ചർമ്മത്തിന്റെ നിറം പ്രദേശവാസികളെയെല്ലാം ഒന്നിപ്പിക്കുന്ന അവളുടെ മാതൃവാത്സല്യത്തിന്റെ അടയാളമായിരുന്നു. ചന്ദ്രനെ പാദത്തിനു കീഴിലും സൂര്യന് മുൻപിലുമായി നിൽക്കുന്ന കന്യക പ്രദേശവാസികൾ വണങ്ങിയിരുന്ന രക്തദാഹികളായ സൂര്യചന്ദ്ര ദേവന്മാരെക്കാൾ ശക്തിയും പ്രഭാവതിയുമാണെന്നതിൻ്റെ അടയാളമാണ്. അവളുടെ കഴുത്തിലുള്ള കുരിശടയാളം സ്പാനിഷ് കപ്പലുകളിലും ദേവാലയങ്ങളിലും കാണപ്പെട്ടിരുന്ന കുരിശടയാളം തന്നെയായിരുന്നു.
ഗർഭിണിയായി കാണപ്പെട്ട അവൾ കെട്ടിയിരുന്ന അരക്കച്ച ഗർഭിണികളായ പ്രദേശവാസികൾ ഉപയോഗിച്ചിരുന്നതായിരുന്നു. ആ വസ്ത്രത്തിലെ പൂക്കൾക്കും പ്രത്യേകതയുണ്ട്. അവളുടെ ഉദരഭാഗത്ത് ശിശുവിൻ്റെ സ്ഥാനത്ത് കാണപ്പെടുന്ന 4 ഇതളുള്ള പൂവ് അവരുടെ സത്യദൈവത്തിൻ്റെ പ്രതീകമായി ഉപയോഗിച്ചിരുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ദൈവപുത്രന്റെ അമ്മയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഗാഡലൂപ്പെ മാതാവിൻ്റെ വസ്ത്രത്തിലുള്ള നക്ഷത്രങ്ങളുടെ ക്രമീകരണം പ്രത്യക്ഷീകരണത്തിൻ്റെ അന്നുണ്ടായിരുന്ന ആകാശത്തിലെ നക്ഷത്രങ്ങളുടേതുപോലെ തന്നെയായിരുന്നുവെന്ന് പിന്നീട് ശാസ്ത്രം കണ്ടെത്തി. ആ വസ്ത്രത്തിൻ്റെ താപനില ഒരു ജീവനുള്ള ശരീരത്തിലെ ശരാശരി താപനില നിലനിൽക്കുന്നതായും പറയപ്പെടുന്നു. മേലങ്കിയിലെ ചിത്രം പതിയാത്ത സ്ഥലം പരുപരുത്തതും ചിത്രം പതിഞ്ഞ സ്ഥലം പട്ടുപോലെ മൃദുലവുമായി അന്നു മുതൽ ഇന്നുവരെ നിലകൊള്ളുന്നു. 1990 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മെക്സിക്കോ സന്ദർശിക്കുകയും ജുവാൻ ഡിയാഗോയെ വാഴ്ത്തപ്പെട്ട ഗണത്തിലേക്കും 2002 വിശുദ്ധ പദവിയിലേക്കും ഉയർത്തി. ഇന്ന് ഗാഡലൂപ്പെ കന്യക മെക്സിക്കോയിലെ രാജ്ഞിയും അമേരിക്കയുടെ രക്ഷാധികാരിയുമാണ്. ഡിസംബർ 12 തിരുസഭ ഗാഡലൂപ്പെ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ടെപ്പയ കുന്നിൽ വെച്ച് ജുവാൻ ഡിയാഗോയുടെ ടിൽമയിൽ പതിഞ്ഞ ഗാഡലൂപ്പെ മാതാവിൻ്റെ സംരക്ഷണം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലും സമൃദ്ധമായി ഉണ്ടാകട്ടെ. ആമേൻ. ആവേ മരിയ.